വിശദമായ വാർത്തയിലേക്ക്. ഇസ്രായേലിന്റെ ഭീഷണികളെ ഒന്നിച്ചു നേരിടുമെന്ന പ്രഖ്യാപനത്തോടെ ദോഹയിലെ അറബ് ഇസ്ലാമിക് ഉച്ചകോടി. ഇസ്രായേൽ ആക്രമണത്തെ ഉച്ചകോടി ശക്തമായ ഭാഷയിൽ അപലപിച്ചു. നെതന്യാഹുവിന്റെ വ്യാമോഹം നടക്കില്ലെന്ന് ഖത്തർ അമീർ പറഞ്ഞു. നാറ്റോ മാതൃകയിൽ ഇസ്ലാമിക രാജ്യങ്ങളുടെ പ്രതിരോധ നിര വേണമെന്ന് ഇറാഖ് ആവശ്യപ്പെട്ടു. ഇസ്രായേൽ നേതാക്കളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് ഉർദുഗാൻ പറഞ്ഞു. 50-ലധികം രാജ്യങ്ങളാണ് ഉച്ചകോടിയിൽ അണിനിരന്നത്. ഉച്ചകോടിക്ക് ശേഷമുള്ള വാർത്താ സമ്മേളനം ഷെറാട്ടൺ ഹോട്ടലിൽ പുരോഗമിക്കുകയാണ്. പേരുകളുമായി ബി കെ സുഹൈൽ ചേർന്നുണ്ട്. സുഹൈൽ, ഉച്ചകോടി അവസാനിച്ചിരിക്കുന്നു, അതുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് തരത്തിലൊരു പ്രതികരണത്തിലേക്ക്, ഇല്ലെങ്കിൽ എങ്ങനെ തിരിച്ചടിയിലേക്ക് എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ തീരുമാനമായിട്ടുണ്ടോ? ഇതുവരെ രാജ്യങ്ങൾ 50ഓളം രാജ്യങ്ങൾ പങ്കെടുത്തു എന്ന് മനസ്സിലാക്കുന്നു. രാജ്യങ്ങളുടെയൊക്കെ അഭിപ്രായം ഏതു തരത്തിലായിരുന്നു ഉച്ചകോടിയിൽ? ധന്യ, സമീപകാലത്ത് പശ്ചിമേഷ്യ കണ്ട ഏറ്റവും വലിയ ഒരു കൂട്ടായ്മയായി, ഇസ്രായേലിനെതിരെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു കൂട്ടായ്മയായി ഈ GCC ഈ ഇസ്ലാമിക് കൂട്ടായ്മയുടെ ഉച്ചകോടി മാറിയിരിക്കുകയാണ്. 50-ലധികം വരുന്ന രാജ്യങ്ങൾ, അറബ് രാജ്യങ്ങളും ഇസ്ലാമിക രാജ്യങ്ങളുമാണ് ഇതിൽ പങ്കെടുത്തത്. ഇതിൽ പ്രധാനമായും നമ്മൾ കണ്ടത് എല്ലാ രാജ്യങ്ങളും ഒറ്റക്കെട്ടായി ഇസ്രായേലിനെതിരെ സംസാരിക്കുന്നു എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, ഏതൊരു രാജ്യത്തിന് നേരെയുള്ള ആക്രമണവും ഇനി തങ്ങളുടെ സഹോദരി രാജ്യത്തിന് നേരെയുള്ള ഒരു ആക്രമണമായി കണ്ട് ഒന്നായി നീങ്ങണം എന്നുള്ളൊരു സന്ദേശമാണ് നൽകുന്നത്. മാത്രമല്ല, പല രാജ്യങ്ങളും മുന്നോട്ട് വെച്ച ഒരു ആശയം എന്ന് പറയുന്നത് നാറ്റോ പോലെ അറബ് രാജ്യങ്ങളുടെ ഒരു സഖ്യം, ഒരു പ്രതിരോധ സേന തന്നെ രൂപീകരിക്കപ്പെടണം എന്ന് പറഞ്ഞു. വെറും പ്രസ്താവനകൾ കൊണ്ട് മാത്രം മിസൈലുകളെ തടയാനാവില്ല എന്ന് പറഞ്ഞ രാജ്യങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ നമ്മൾ കാണുന്നത് ഖത്തറിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണം എന്ന് പറയുന്നത് സമീപകാലത്ത് GCC രാഷ്ട്രങ്ങളെ പ്രത്യേകിച്ചും മുൾമുനയിൽ നിർത്തിയ ഒരു വിഷയമായിരുന്നു. എത്ര തന്നെ അമേരിക്കയോട് അടുത്ത് നിന്നിട്ടും, അമേരിക്കയുടെ സഖ്യരാജ്യങ്ങളെപ്പോലെ നിന്നിട്ടും അതിനെ പ്രതിരോധിക്കുവാൻ ഇസ്രായേൽ ഒരു ആയുധമിടുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു വിഷയം അറിയുമ്പോൾ പോലും അതിനെ പ്രതിരോധിക്കാൻ അമേരിക്കക്ക് കഴിയില്ല എങ്കിൽ, ഇസ്രായേലിൻ്റെ കൂടെയാണ് അവർ നിൽക്കുന്നത് എങ്കിൽ സ്വാഭാവികമായി എന്താണ് ഈ അറബ് രാജ്യങ്ങളുടെ ഭാവി എന്ന സ്വാഭാവികമായ ആശങ്കകളുണ്ടായി. ആ ആശങ്കയുടെ പ്രതിഫലനം നമ്മൾ കാണുന്നു. പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ നിന്നെല്ലാം തന്നെ അവരുടെ ഉന്നതരായിട്ടുള്ള നേതാക്കൾ തന്നെയാണ് അവിടേക്ക് എത്തിയിട്ടുള്ളത്. അതിൽ എല്ലാവരും ഉയർത്തിയ ഒരു വികാരം എന്ന് പറയുന്നത് ഇസ്രായേലിനെ ചെറുത്തു തോൽപ്പിക്കണം എന്നുള്ളത് തന്നെയാണ്. റജബ് തയ്യിബ് എർദോഗാൻ തുർക്കിയിൽ നിന്ന് വരുന്നു. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട UAE പ്രസിഡന്റ് തന്നെ എത്തുന്നു. ഇറാഖിൽ നിന്ന് ആളുകൾ എത്തുന്നു. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ വരുന്നു. ഇങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, ആഫ്രിക്കയിൽ നിന്നും അമേരിക്കയിൽ നിന്നും അടക്കം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഇസ്ലാമിക് രാജ്യങ്ങളും അതേപോലെ തന്നെ അറബ് രാജ്യങ്ങളും ഒന്നിച്ചു ചേർന്നുകൊണ്ടുള്ള ഒരു മുന്നേറ്റം, അതാണ് നമ്മൾ കണ്ടത്. സ്വാഭാവികമായും ഈ വിഷയത്തിൽ ഇത് അമേരിക്കക്കും അതേപോലെ തന്നെ ഇസ്രായേലിനും ഒരു മെസ്സേജ് നൽകുക എന്നുള്ളതാണ് ഈ ഉച്ചകോടിയിൽ പ്രധാനമായും ലക്ഷ്യം വെച്ചത്. കാരണം ഇത്തരമൊരു കൂട്ടായ്മ ഒന്നിച്ചു നിൽക്കുമ്പോൾ സ്വാഭാവികമായും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് അതേപോലെ തന്നെ പാശ്ചാത്യ ലോകത്തിനെല്ലാം ഈ വിഷയം ഉൾക്കൊള്ളേണ്ടി വരും. നേരത്തെ തന്നെ നമുക്കറിയാം, അമേരിക്കൻ പ്രസിഡന്റ് അധികാരമേറ്റ ശേഷം ആദ്യമായി കടന്നു വന്ന രാഷ്ട്രീയമായി സന്ദർശനം നടത്തിയത് അത് സൗദിയിലേക്കും അതേപോലെ തന്നെ രണ്ടാമത്തേത് ഖത്തറിലേക്കുമായിരുന്നു. ആ ഖത്തറിലാണ് ഇപ്പോൾ ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടുള്ളത്. ആ തരത്തിൽ നോക്കുകയാണെങ്കിൽ അത്രയും അമേരിക്ക ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ഒരു പ്രദേശം, അവർ ഇസ്രായേലിന് അനുകൂലമായി അമേരിക്ക അതിന് നിന്നുകൊടുക്കുന്നു എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ വന്നെങ്കിലും അമേരിക്ക അറിഞ്ഞു തന്നെയാണ് ഈ ആക്രമണം നടന്നിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അങ്ങനെ ദോഹയിൽ ഇസ്രായേലിന് ആക്രമണം നടത്താമെങ്കിൽ വേറെ ഏതു ഭാഗത്തും, ഏതൊരു GCC രാജ്യത്തും ഇനി ബോംബുകൾ വീഴാം എന്നുള്ള ആശങ്ക ഈ രാജ്യങ്ങൾക്കുണ്ട്. ആ ആശങ്ക തന്നെയാണ് പങ്കുവച്ചത്. സ്വാഭാവികമായും ഇപ്പോൾ ഇസ്രായേലിൽ നിന്ന് വരുന്ന ചില പ്രസ്താവനകൾ കൂടിയുണ്ട്. അത് ഏറെ വിചിത്രമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പറയുന്നത് ഇസ്രായേൽ ഒറ്റപ്പെട്ടു പോകുകയാണ് എന്നുള്ളതാണ്. ആദ്യമായിട്ടാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി യുദ്ധം തുടങ്ങിയതിനു ശേഷം ആ തരത്തിലുള്ളൊരു പ്രസ്താവന നടക്കുന്നത്. ഇന്ന് മാർക്കോ റൂബിയോ, US സ്റ്റേറ്റ് സെക്രട്ടറി, എല്ലാവരും ഖത്തറിന് അനുകൂലമായി ഇവിടെ ഒത്തുചേർന്നപ്പോൾ ഇസ്രായേലിന് അനുകൂലമായി അങ്ങോട്ട് പോയത് US തന്നെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അമേരിക്ക എല്ലാ പിന്തുണയും ഇസ്രായേൽ നൽകുകയായിരുന്നു. ആ റൂബിയോ വന്നതിന് ശേഷമാണ് പറഞ്ഞത് ഇസ്രായേൽ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. ഈ ഒറ്റപ്പെട്ടു എന്ന് പറയുന്ന യാഥാർത്ഥ്യത്തെ, സാമ്പത്തികമായി യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ നമ്മുടെ സമ്പദ് വ്യവസ്ഥ, ഇസ്രായേലിന്റെ സമ്പദ് വ്യവസ്ഥ തയ്യാറാകേണ്ടിയിരിക്കും എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി ഇപ്പോൾ ഇസ്രായേൽ നൽകുകയാണ്.